إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകൾ, ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംബിയാ മുർസലീങ്ങളിലെ അവസാനത്തെ ആളായി നിയോഗിച്ചു. ലാ നബിയ്യ ബഅദ. ആ നബിക്ക് ശേഷം ഇനി ദുനിയാവിൽ ഒരു പുതിയ പ്രവാചകൻ വരാനില്ല, ഇതുവരെ വന്നിട്ടില്ല, ഇനി വരികയും ഇല്ല. ഇനി ആരെങ്കിലും വന്നു എന്ന് പറയുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നെങ്കിൽ അയാൾ മുസ്ലിം അല്ല, കാഫിറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്നതുകൊണ്ട് തന്നെ ആ കാലത്ത് ജീവിച്ച ആളുകൾ ഓരോരുത്തരും, അവര് മുസ്ലിം ആവട്ടെ അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ആളാവട്ടെ അല്ലാതാവട്ടെ, മോശമായി എന്തെങ്കിലും ഒരു അഭിപ്രായം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. ആദർശത്തിനോട് എതിരുള്ളവരുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുന്ന ആശയങ്ങളോട് എതിർപ്പുള്ള, ദേഷ്യമുള്ള, വെറുപ്പുള്ള ആളുകളുണ്ട്. പക്ഷെ മുഹമ്മദ് എന്ന വ്യക്തിയോട് അന്ന് മക്കത്തുണ്ടായിരുന്ന ഒരാൾക്ക് പോലും എതിരായിട്ടൊരു അഭിപ്രായമില്ല. കാരണം അങ്ങനെയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. അബൂ സുഫിയാൻ മുസ്ലിം ആകുന്നതിന്റെ മുമ്പ് അദ്ദേഹം പിൽക്കാലത്ത് മുസ്ലിമായി, ഇസ്ലാമിന്റെ പോരാളിയായി റളിയല്ലാഹു അൻഹു എന്ന പേരിൽ അറിയപ്പെട്ടു. അല്ലാഹുവിന്റെ കളി, അതായത് പല യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരിൽ ശത്രുക്കൾക്ക് നേതൃത്വം കൊടുത്ത മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലണമെന്ന് വെറുപിടിച്ച് നടന്നൊരു മനുഷ്യൻ. ഫതഹ് മക്കന്റെ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലേക്ക് അഡ്മിഷൻ കൊടുത്തു. അതോടുകൂടി അതിനു മുമ്പുള്ള സംഭവങ്ങളൊക്കെ മാഞ്ഞുപോയി. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്ന പേര് കേട്ടാൽ
മുസ്ലിമീങ്ങൾ ഖിയാമത്ത് നാൾ വരെയുള്ളവർ പറയും റളിയല്ലാഹു അൻഹു, അല്ലാഹു അയാളിൽ അദ്ദേഹത്തിൽ തൃപ്തിപ്പെടട്ടെ. ഹിദായത്ത് എങ്ങനെയാണ്? അത് ആർക്ക് എപ്പോഴാണ് അള്ളാഹു കൊടുക്കുക, ആരിൽ നിന്നാണ് അള്ളാഹു അടർത്തി മാറ്റുക എന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരാളെ പറ്റിയും ബാഹ്യമായി നമ്മള് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൂടാ. ഇവൻ നന്നാവൂല, ഇവൻ നേരെയാവൂല, ഓരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഉപദേശിച്ചിട്ട് അർത്ഥമില്ല, വെറുതെ എന്തിനാ സമയം കളയുന്നു ഇല്ല. ചിലപ്പോ 99 വർഷം കുഫറിലും ഷിർക്കിലും തെമ്മാടിത്തത്തിലും തിരിച്ച ഒരാള് 100ാമത്തെ 1 വർഷം വലിയായി ജീവിച്ച് മരണപ്പെട്ടേക്കാം. ഒന്നും പറയാൻ കഴിയില്ല. അബൂ സുഫിയാൻ കുഫറിലുണ്ടായിരുന്ന സമയം വലിയ കച്ചവടക്കാരനാണ്, വലിയ അതിബുദ്ധിമാനും കച്ചവടത്തിന് കൂർമ്മ ബുദ്ധിക്കാരനുമാണ്. മക്കക്കാരുടെ കച്ചവടം വർഷത്തിൽ 2 പ്രാവശ്യം, ചൂടുകാലത്ത് ഒരു കച്ചവടം, തണുപ്പ് കാലത്ത് മറ്റൊരു കച്ചവടം. ഈ 2 കച്ചവടമാണ് ഒരു വർഷത്തെ അവരുടെ വരുമാനം. തണുപ്പ് കാലത്ത് അവർ സിറിയയിലേക്ക് പോകും, ചൂടുകാലത്ത് ഷാമിന്റെ ഭാഗത്തേക്ക് പോകും. അല്ലാഹു സൂറത്ത് ഖുറൈശിൽ പറഞ്ഞിട്ടുണ്ടെന്നറിയോ, ഈ 2 സമയങ്ങളിലും നിങ്ങൾക്ക് കച്ചവട യാത്രകളെ എളുപ്പമാക്കി തന്ന നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹം നിങ്ങൾ എന്തേ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുക. അങ്ങനെ റോമിലേക്ക് കച്ചവടത്തിനായിട്ട് ഷാമിലേക്ക് പോയ സന്ദർഭത്തിൽ അന്ന് റോം ഭരിക്കുന്നത് ഹിർഖലാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രധാനപ്പെട്ട രാജാക്കന്മാർക്കൊക്കെ ദഅവത്തുമായി ബന്ധപ്പെട്ട കത്തുകൾ അയച്ച സന്ദർഭം ഹിർഖലിന്റെ കൊട്ടാരത്തിലും ആ കത്തെത്തിയിട്ടുണ്ട്. ആ സമയത്താണ് കൊട്ടാരത്തിലുള്ളവർ പറഞ്ഞത്, അറബികളിൽപ്പെട്ട ചില ആളുകൾ മാർക്കറ്റിലുണ്ട്, കച്ചവടത്തിന് വന്നവരാ. രാജാവ് അവരെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. അതിന്റെ നേതൃത്വം അബൂ സുഫിയാനാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കത്തയച്ച മുഹമ്മദ് എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ ഏറ്റവും അടുത്തറിയാവുന്ന, ഏറ്റവും അടുത്ത കുടുംബക്കാരനായ, പിന്നീട് അമ്മോഷനായ അബൂ സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്, നമ്മളുടെ ഉമ്മയാണ്. അബൂ സുഫിയാൻ നേതൃത്വം രാജാവ് വിളിപ്പിച്ചു. അബൂ സുഫിയാൻ പറയാണ്, രാജാവ് അദ്ദേഹത്തിന്റെ തർജുമാനോട്, അറബി ഭാഷ അറിയില്ല, നസാറാക്കളുടെ ഭാഷയാണ്, തർജുമാനോട് പറഞ്ഞു, ഞാൻ ചില ചോദ്യങ്ങൾ ഇവനോട് ചോദിക്കാൻ പോവാണ്, അത് നിങ്ങൾ തർജുമപ്പെടുത്തിയിട്ട് ചോദിക്കണം, അതിനുത്തരം സത്യസന്ധമായി പറയണം. ഇവരുടെ കൂട്ടത്തില് ആ പറയുന്ന പ്രവാചകനുമായി അടുത്ത ബന്ധമുള്ള ആളാരാ? അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, ഞാനാ. രാജാവ് പറഞ്ഞു, അയാളോട് മുന്നോട്ട് നിൽക്കാൻ പറ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ബാക്കിൽ നിൽക്കണം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇയാൾ സത്യസന്ധമായിട്ടാണ് ഉത്തരം പറയുന്നതെങ്കിൽ ബാക്കിയുള്ളവരോട് അത് സമ്മതിക്കാൻ പറയണം, ഇല്ലെങ്കിൽ രാജാവിന്റെ നടപടി ഉണ്ടാവും. ഹിർഖലാണ് റോമിന്റെ രാജാവ്. അവൻ അംഗീകരിച്ചു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാൾ ചോദിച്ചു, അബൂ സുഫിയാന്റെ അഭിപ്രായം, ഇന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേന കൊണ്ടോ നാവ് കൊണ്ടോ ആരെങ്കിലും എതിർക്കുന്നെങ്കിൽ, വിമർശിക്കുന്നെങ്കിൽ, കൊഞ്ഞനെ കുത്തുന്നെങ്കിൽ അത് അവരുടെ പേന തുമ്പിന് മാത്രമാണ്, അത് അവരുടെ നാവിൻ തുമ്പിന് മാത്രമാണ്. അവർക്ക് വളരെ വ്യക്തമായിട്ട് ചരിത്രത്തിന്റെ വരികളിൽ നിന്നറിയാം, മുഹമ്മദ് എന്ന പേര് പോലെ തന്നെ ആ പ്രവാചകൻ സ്തുത്യർഹനാണ്. ഒരു അയ്ബെടുത്ത് കാണിക്കാൻ അവർക്ക് ഖിയാമത്ത് നാൾ വരെ 18 പണിയെടുത്താലും സാധ്യമല്ല, ഇതുവരെ സാധിച്ചിട്ടില്ല. അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്, കഴിയില്ല. അബൂ സുഫിയാന്റെ മറുപടി കേട്ടു. രാജാവ് ചോദിച്ചു, അയ്യുക്കും അഖ്റബു നസബൻ ബിഹാദ റജുൽ الذي يزعم انه നബി? നിങ്ങളുടെ നാട്ടിൽ നബിയാണെന്ന് വാദിച്ചുകൊണ്ട് ഒരാൾ വന്നില്ലേ, അയാളുമായി ഏറ്റവും നല്ല കുടുംബ ബന്ധമുള്ള ആളാരാ? فقال ابو سفيان انا, ഞാനാണ്. അഖ്റബുഹും ബിഹി അഖ്റബുഹും നസബൻ, ബന്ധത്തിൽ പറഞ്ഞാൽ ഞാനാണ് ഏറ്റവും അടുത്ത ബന്ധു. മുന്നോട്ട് നിർത്തി. എന്നിട്ട് ചോദിച്ചു, കൈഫ നസബുഹു ഫീകും, നിങ്ങൾക്കിടയിൽ ആ പ്രവാചകത്വം ബാധിച്ചു വന്ന ആളുടെ കുടുംബ മഹിമ എങ്ങനെയാ? ഖുൽതു, ഞാൻ പറഞ്ഞു, ഹുവ ഫീനാ ദൂ നസബിൻ, ചിലർക്കാരനല്ല, ഖുറൈശിയ, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ്. അറബി ലോകത്ത് അറിയപ്പെട്ട ആളുകൾ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന
കഅബാലയത്തിന്റെ സൂക്ഷിപ്പുകാരായ കുടുംബത്തിലെ മെമ്പറാണ് ആ പറഞ്ഞ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ രാജാവ് ചോദിച്ചു, ഫഹൽ ഖാല ഹാദൽ ഖൗലു മിൻകും അഹദുൻ ഖത്തു ഖബ്ല? ഈ പ്രവാചകനായി പറയുന്ന ആള്, ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വാദവുമായി വരുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനത്തെ വാദവും കൊണ്ട് വന്നിട്ടുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല, നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക, വേറെ ആരും ഇത് വാദിച്ചു വന്നിട്ടില്ല. രാജാവ് ചോദിച്ചു, ഫഹൽ കാന മിൻ ആബാഇഹി മിൻ മലിക്? ഈ വാദിക്കുമെന്ന ആളുടെ പിതൃപരമ്പരയിൽ മുൻകാലത്ത് ആരെങ്കിലും രാജാക്കന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല. രാജാവ് പോയിട്ട് ഫഖീറ, തിന്നാൻ പോലും വകയില്ലാത്ത വീട്ടിലെ ഒരു മനുഷ്യനാണ്. അപ്പൊ രാജാവ് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിലുള്ള വലിയ പേരപ്പെട്ട പൈസക്കാരും അറിയപ്പെട്ട തറവാട്ട് മഹിമയുള്ളവരുമായ മാന്യന്മാരാണോ അപ്രവാചകന്റെ കൂടെ കൂടുന്നത്? അതല്ല ആരോഗ്യമില്ലാത്ത പാവങ്ങളായ ബലഹീനരായ ആളുകളാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, കൂടെ കൂടുന്നത് പാവങ്ങളാണ്, ബലഹീനരാണ്. ബിലാലിനെ പോലെ ഒന്നുമില്ല, അതേപോലെ യാസറിനെ പോലെ, സുബയ്യാനെ പോലെ, അമ്മാറിനെ പോലെ, ഹുബൈബിനെ പോലെ, ഖബ്ബാബിനെ പോലെ അടിമ വർഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ കൂടെ കൂടുന്നത്. അയാൾ ചോദിച്ചു, രാജാവ്, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അപ്രവാചകന്റെ വാദം കേട്ടിട്ട് കൂടുന്ന ആളുകൾ കുറയാണോ അതല്ല കൂടുകയാണോ? ഞാൻ പറഞ്ഞു, കുറയുന്നില്ല, അതിങ്ങനെ കൂടി പോവാ, കേൾക്കുന്നവരൊക്കെ അയാളുടെ കൂടെ ഇങ്ങനെ കൂടുക. രാജാവ് ചോദിച്ചു, ആ പറയുന്ന ആളുടെ ദീനിലേക്ക് കയറിക്കൂടിയ ഒരാള് പിന്നീട് ആ ദീനിനോട് ദേഷ്യം പിടിച്ച് വെറുത്തിട്ട് പുറത്തേക്ക് തിരിച്ചു പോകുന്നുണ്ടോ, മുറ്റത്താകുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇപ്പം പോകുന്നതോ അറിയാത്തോണ്ട്, ദീൻ മനസ്സിലാവാത്തോണ്ടാണ്. ഇസ്ലാമിന്റെ പ്രകാശവും അതിന്റെ സൗന്ദര്യവും ഇസ്ലാമിന്റെ ഹഖീഖത്തും കൽബ് കൊണ്ട് തിരിച്ചറിഞ്ഞ ഒരാള് അതിന്റെ അപ്പുറത്തേക്ക് ചവിട്ടൂല. അല്ലാഹു വഖാല റസൂലുള്ളാഹിന്റെ അപ്പുറത്തേക്ക് പോവില്ല. ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അയാളത്തെ പോലെ ദീൻ എന്താണ് തിരിഞ്ഞിട്ടില്ല. ഒരു വർത്തമാനത്തിന് വഞ്ചിതരാവണ്ട, അങ്ങനത്തെ ആൾക്കാരുടെ മെസ്സേജുകളിൽ വഞ്ചിതരാവണ്ട. ഒരു ദീൻ അറിഞ്ഞിട്ടില്ല, ഒരു ജാഹില. ഇസ്ലാമിന്റെ ഹഖീഖത്തും നൂറും കൽബ് കൊണ്ട് ഏറ്റെടുത്ത ഒരാൾക്ക് പോകാൻ സാധിക്കൂല. അത് അബൂ സുഫിയാൻ ഹിർഖലിനോട് പറഞ്ഞ്. ആരും പോകുന്നില്ല, അവർ അതിന് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചു, ഇടിച്ചു, കുന്തം കൊണ്ട് കുത്തി, പാറക്കല്ല് നെഞ്ചത്തെടുത്ത് വെച്ചിട്ട് മരിക്കുന്നവരെ മരുഭൂമിയിൽ കൊണ്ടുപോയി തള്ളി, വാട് പഴുപ്പിച്ച് ശരീരം മുറിച്ചു, ചുട്ടുകൊള്ളുന്ന മണല് വാരി അതിന്റെ ഉള്ളിലിട്ടിട്ട് കരയിപ്പിച്ചു. എന്നിട്ട് പോകുന്നില്ല, ഇനിങ്ങനെ ഉടുമ്പ് പിടിച്ച പോലെ പിടിച്ചു നിൽക്കുക. ഹിർഖൽ കേട്ട് പോയി ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, فهل كنتم تتهمونه بالكذب فهل كنتم تتهمونه بالكذب ഈ പറഞ്ഞ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും നിങ്ങളോട് കളവ് പറഞ്ഞിട്ടുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല, കളവ് നമ്മൾ പരിഹരിച്ചിട്ടേ ഇല്ല. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഇതുവരെ ഈ 40 വയസ്സിൽ നുബുവത്ത് കിട്ടി ഈ സംഭവം നടക്കുന്നതിനിടയിൽ ഇതുവരെ കളവ് നമ്മൾ കേട്ടിട്ടേ ഇല്ല. രാജാവ് ചോദിച്ചു, അയാൾ ചതിയനാണോ, വഞ്ചകനാണോ, പറഞ്ഞു പറ്റിക്കാറുണ്ടോ, പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കാറുണ്ടോ, ആരെങ്കിലും തന്ത്രപൂർവ്വം ചതിച്ച് എന്തെങ്കിലും കൈക്കലാക്കാൻ ശ്രമിക്കാറുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞു, നമ്മളത് കണ്ടിട്ടേ ഇല്ല. കുറെ കാലമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു, ഇതുവരെ അപ്പുറഞ്ഞ മനുഷ്യന്റെ ഭാഗത്തു നിന്നും ഒരു ചതി നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ നിങ്ങളും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിയായ നമ്മളെ പറ്റി, മെമ്പർമ നിൽക്കുന്ന ഖതീബിനെ പറ്റി, ദീനിന്റെ പ്രവർത്തകരായ നമ്മളെ കുറിച്ച് ഒരാളെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ മറുപടി എന്തായിരിക്കും? കാഫിറാണ് പറയുന്നത്, ശത്രുവാണ് ഈ പറയുന്നത്. യുദ്ധം ചെയ്ത് കൊല്ലാനായി കാത്തിരിക്കുന്ന അബൂ സുഫിയാൻ ഒരു ശത്രു രാജ്യത്തിന്റെ രാജാവിനോട് എന്തെങ്കിലും പറഞ്ഞ് ശത്രുതയുണ്ടാക്കി യുദ്ധം ചെയ്യിപ്പിച്ച് മുഹമ്മദിനെ കൊല്ലാൻ പറ്റുമെങ്കിൽ
അതിന് ശ്രമിക്കേണ്ട ആളായി പറയുന്നത്. കുറെ കാലമായി ഒരുമിച്ച് ജീവിക്കുന്നു, നമ്മൾ ആ ചതിയ പ്രവാചകനെ കണ്ടിട്ടേ ഇല്ല. രാജാവ് ചോദിച്ചു. അബൂ സുഫിയാൻ പറയാണ്, പിന്നീട് ഈ ഹദീസ് പറയുമ്പോൾ ഇത് ചോദിച്ചപ്പോൾ ചതിയെപ്പറ്റി ചോദിച്ചപ്പോൾ എനിക്ക് ഇല്ല എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒന്ന് കൂട്ടി പറയാൻ സാധിക്കുമായിരുന്നില്ല, എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഞാൻ ആ സത്യം തന്നെ രാജാവിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. രാജാവ് ചോദിച്ചു, നിങ്ങൾ ആ പ്രവാചകനോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ? യുദ്ധം ചെയ്തിട്ടുണ്ട്. അയാൾ ചോദിച്ചു, യുദ്ധം ചെയ്യുമ്പോൾ ആരാണ് വിജയിക്കാറുള്ളത്? അബൂ സുഫിയാൻ പറഞ്ഞു, ചിലപ്പോ നമ്മൾ ജയിക്കും, ചിലപ്പോ അവര് ജയിക്കും, സാധാരണ യുദ്ധം നടക്കുന്ന പോലെ തന്നെ. അപ്പൊ രാജാവ് ചോദിച്ചു, എങ്കിലേ വന്ന ആള് എന്താ നിങ്ങളോട് പറയുന്നത്? അബൂ സുഫിയാൻ പറഞ്ഞു, യഖൂൽ, അദ്ദേഹം പറയുന്നത് അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. തൗഹീദ്, ഇതാണ് ദഅവ. വലാ തുശ്രികൂ ബിഹി ശൈഅ, എന്ന് പറയുന്നത് നിങ്ങൾ ഇബാദത്ത് അല്ലാഹുവിനെ മാത്രം ചെയ്യണം, അവനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാനും പാടില്ല. വത്റുകൂ മാ യഖൂലു ആബാഉകും, വത്റുകൂ മാ യഖൂലു ആബാഉകും, നിങ്ങളുടെ പിതാമഹന്മാരും കഴിഞ്ഞുപോയ കാരണവന്മാരും പറഞ്ഞതിനെ ഒഴിവാക്കിയേക്ക്. അതല്ല ഹക്ക്, അതിൽ പിടിച്ച് തൂങ്ങരുത്. ഉപ്പങ്ങനല്ലേ, മാമനങ്ങനല്ലേ, പണ്ടത്തെ ആൾക്കാർ ഇങ്ങനല്ലേ എന്ന് നിങ്ങൾ പറയാതെ നിങ്ങൾ തൗഹീദ് ഉൾക്കൊള്ളി എന്നാണ് ആ പ്രവാചകൻ പറയുന്നത്. നിസ്കരിക്കാൻ കൽപ്പിക്കുന്നു, സദഖ ചെയ്യാൻ കൽപ്പിക്കുന്നു, വിട്ടുവീഴ്ച ചെയ്യാൻ കൽപ്പിക്കുന്നു, കുടുംബബന്ധം ചേർക്കാൻ കൽപ്പിക്കുന്നു. ഇത്രയും കേട്ടപ്പോൾ ഹിർഖൽ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി താഴെ വന്ന അബൂ സുഫിയാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ സത്യമാണെങ്കിൽ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ആ മുഹമ്മദിന്റെ കാൽ കീഴിൽ വരാൻ ഇനി സമയം താമസം എടുക്കൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഹിർഖലിന്റെ ഇൻജീലിലും തൗറാത്തിലും വായിച്ച് വരുന്ന പ്രവാചകന്റെ സ്വഭാവത്തെ പരിചയമുണ്ട്. ഇത് കേട്ടപ്പം അയാൾക്കത് ഉറപ്പായി. ഞാൻ പറഞ്ഞെന്തറിയോ, കാഫിറായ അബൂ സുഫിയാൻ വരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബിയാകുന്നതിന് മുമ്പുള്ള സ്വഭാവം വെച്ച് പറഞ്ഞു കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കത്തുള്ള വളർച്ച. അതുകൊണ്ടാണ് കഅബയെ പുതുക്കി പണിയാൻ തീരുമാനിച്ചു. പൊളിക്കണം. ആര് പൊളിക്കും? കാരണം ഖുറൈശികൾ കഅബയെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലുള്ള ജാറപൂജകന്മാരും പറഞ്ഞു പരത്തുന്ന പോലെ അവര് വേറെ ഏതോ അല്ലാഹുവിനെയും നമ്മൾ വേറെ ഏതോ അല്ലാഹുവിനെയും പറയുന്നവരല്ല. കഅബാലയത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ തന്നെയാണ് ഖുറൈശികൾ വിശ്വസിച്ചത്. അവർക്ക് കഅബാലയം പൊളിച്ചു പണിയാൻ തീരുമാനമായി. 2 ചർച്ചയാണ് മക്കത്ത് വന്നത് ദാറുൽ നദൂവയിൽ. എന്താ ഒന്നാമത്തെ ചർച്ച എന്നറിയോ? പുതുക്കി പണിയാ, പ്രശ്നമില്ല. അബൂജഹൽ എഴുന്നേറ്റ് പ്രസംഗിച്ചു. അബൂജഹൽ പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ ഭവനമാണ്. അബൂജഹൽ ഏതല്ലാന്റെ വീടുന്നായി പറയുന്നത്? ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനമാണ്. ഇത് പുതുക്കി പണിയുന്നത് നമ്മൾ ചെയ്തുണ്ടാക്കിയ ഹറാമായ മുതല് കൊണ്ടാവരുത്. കാരണം അവിടെ പലിശ പൈസക്കാരുണ്ട്, വ്യഭിചാരത്തിന്റെ ജോലിയുള്ളവരുണ്ട്, കണ്ട് കച്ചവടക്കാരുണ്ട്, പിടിച്ചുപറിയന്മാരും ചതിയന്മാരും വഞ്ചകന്മാരുമുണ്ട്. ഈ സ്വത്ത് കൊണ്ടൊന്നും ആവരുത്. നിങ്ങളെ കൈമലുള്ള, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഹലാലായ സമ്പത്ത് മാത്രം സ്വരൂപിക്കണം. പിരിവെടുത്തു അബൂജഹൽ, ഹലാല് മാത്രം കൊണ്ടുവരാൻ. കാരണം പണിയാൻ പോകുന്നത് കഅബാലയം എന്ന അല്ലാഹുവിന്റെ വീടാണ്. ഇത്രത്തോളം സൂക്ഷിച്ച മക്കക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ യുദ്ധം ചെയ്തെന്തിനാ? ഇതൊന്നും ആയിരുന്നല്ല വിഷയം. യുദ്ധത്തിന്റെ കാര്യം ഇവർ ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരാണെങ്കിലും ദുആ ചെയ്തത് ഔലിയാക്കളോടാണ്, സഹായം തേടിയത് ഔലിയാക്കളോടാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് കഅബാലയത്തെ ആദരിച്ചിരുന്നവരായിട്ട് പോലും അല്ലാഹു അവരെ കാഫിറെന്നും മുശ്രിക്കെന്നും വിളിച്ചു പുറത്താക്കി. ഇന്നും അതിന്റെ സംഭവിക്കുന്നു. മഹാഭൂരിപക്ഷത്തിനിടയിലും പൈസ കൊണ്ടുവന്ന ആൾക്കാർ പൈസ വെച്ച് നോക്കുമ്പോൾ തികയുന്നില്ല. കഅബന്റെ പണി പൂർത്തിയാക്കാൻ ഹലാലായ സ്വത്ത് തികയുന്നില്ല. എന്താ ചെയ്യുന്നറിയോ? അവർ ആ സ്വത്ത് കൊണ്ട് എത്ര എടുക്കാൻ പറ്റുമോ അത്രയും എടുത്ത് ബാക്കി ഒഴിവാക്കി. ഇതും കഅബന്റെ ഭാഗമാണെന്ന് പിൽക്കാലത്തുള്ളവർക്ക് മനസ്സിലാവാൻ ചുറ്റുമകത്തൊരു കെട്ടങ്ങ് കെട്ടിക്കൊടുത്തു. ഇതും കഅബന്റെ ഉള്ളാന്നറിയാൻ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആയിഷ ബീവിയോട്, നിന്റെ ആൾക്കാർ പുതുക്കപ്പെടുന്നപ്പം കെട്ടിയതാണിത്, അതിന്റെ ഉള്ളിൽ നിസ്കരിച്ചാലും കാബന്റെ ഉള്ളിൽ നിസ്കരിച്ച പോലെയാണ് എന്ന്. ഖുറൈശികൾ, അന്നത്തെ കാഫിറുകൾ കാബയെ ആദരിച്ച ആദരവാണ്. രണ്ടാമത്തെ വിഷയം, ഇതാര് പൊളിക്കും? കഅബാലയം അല്ലാഹുവിന്റെ വീടാണ്. അത് പൊളിക്കാൻ നിന്ന അബ്രഹത്തിനോട് അല്ലാഹു എടുത്ത നടപടി, അത് അവര് മലന്റെ മുകളിൽ കയറി നിന്ന് കണ്ട ആൾക്കാരാ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനപ്പട്ടാളത്തെ അബാബീലിനെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തുടച്ച് നാമവിശേഷമാക്കിയത്. താരീഖിന്റെ ഉലമാക്കൾ എഴുതി, ആ പക്ഷി കൊക്കിലും രണ്ട് കാലിലും തിളക്കുന്ന കല്ലുകളുമായി വന്ന് അത് താഴോട്ടിട്ടു. അതാരുടെയൊക്കെ തലയിൽ പതിച്ചുവോ അവന് കത്തിച്ചാമ്പനായി അവിടെ തന്നെ തീർന്നു. അബ്രഹത്തടക്കം അവിടെ ഇല്ലാതായി. ഇത് മലന്റെ മുകളിൽ അവര് കണ്ടുകൊടുക്കുക. ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل. നരകത്തിന്റെ തീ കൊണ്ടുള്ള കല്ലുകൾ എറിഞ്ഞ പക്ഷികൾ അവരെ തുരത്തിയത് നബിയെ നിങ്ങൾ കണ്ടില്ലേ? ഇതറിയുന്നവരാണ് മക്കക്കാര്. പൊളിക്കാൻ പേടി. പൊളിച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കും. എന്തിനാണ് മുസ്ലിങ്ങൾ വേറെ ഏതോ മതക്കാരാണെങ്കിൽ ഇത് പൊളിക്കാൻ പേടിക്കുന്നത്? വേറെ ഏതോ ആശയക്കാരാണെങ്കിൽ കഅബയെ പൊളിക്കാനുള്ള ഭയത്തിനാണ്. കഅബയെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഇത് അല്ലാഹുവിന്റെ നാട് എന്ന് വിശ്വസിക്കുന്നവരാണ് മക്കത്തുള്ളവര്. ഇന്നത്തെ ഷിയാക്കള് വിശ്വസിക്കുന്ന പോലെ, ഇന്നത്തെ ജാറത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്ന പോലെ. വലീദ് ഇബ്നുൽ മുഗീറ തയ്യാറായി. വലീദ് ഇബ്നുൽ മുഗീറ സൂറത്തുൽ മുദ്ദസ്സിറിൽ പരാമർശമുള്ള ഖാലിദ് ഇബ്നുൽ വലീദിന്റെ ബാപ്പ, വലിയ പണ്ഡിതൻ, വലിയ സാഹിത്യകാരൻ, വലിയ ധനികൻ, പണക്കാരൻ, വലിയ ബുദ്ധിജീവി. ഇന്നഹു ഫക്കറ വഖദ്ദറ ഫഖുതില കൈഫ ഖദ്ദർ ثم قتل كيف قدر. അതിന്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കി. സഉസ്ലീഹി സഖർ. അല്ലാഹു പറഞ്ഞു, ഞാൻ അവനെ നരകത്തിന്റെ വലിയ വലിയ മലഞ്ചെരുവുകളിൽ പ്രവേശിപ്പിക്കാൻ പോവുകയാണ്. ആ വലീദ് പൊട്ടിക്കാൻ തയ്യാറായി. ആൾക്കാർ എന്താ ചെയ്തെന്നറിയോ? വലീദ് ഇബ്നുൽ മുഗീറ ആദ്യത്തെ കല്ല് പൊളിച്ച് പുരക്കേക്ക് പോയി രാത്രി ഉറങ്ങാൻ. പിറ്റേന്ന് രാവിലെ വരെ ആളുകൾ വലീദിന്റെ വീട്ടിന്റെ മുറ്റത്ത് കാത്തിരുന്നു, വലീദിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നോക്കാൻ. കാരണം പൊളിച്ചത് കഅബയാണ്, അല്ലാഹുവിന്റെ ഭവനമാണ്. കഅബയെ എത്ര ആദരിച്ച, അതിന്റെ വിഷയത്തിൽ എത്ര പേടിച്ച ഖുറൈശികൾ എന്തിനാ അല്ലാഹു കാഫിറാക്കിയത്? എന്തിനാ അല്ലാഹു മുശ്രിക്കാക്കിയത്? ശിർക്ക് അത്ര വലിയ അപകടമാണ്. നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല, പള്ളി പണിതിട്ടൊന്നും കാര്യമില്ല, പള്ളി കമ്മിറ്റിയായിട്ടും കാര്യമില്ല, 10 ലക്ഷം പള്ളിക്ക് ചെക്ക് എഴുതി കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. തൗഹീദ് ഉണ്ടെങ്കിലേ അല്ലാഹു മുസ്ലിമായിട്ട് തന്നെ അംഗീകരിക്കുള്ളൂ. പിറ്റേന്ന് രാവിലെ വലിയ ഒന്നും പറ്റാൻ എണീച്ച് വന്നപ്പോ എല്ലാവർക്കും ആശ്വാസമായി. എല്ലാവരും പൊളിച്ചു പണിതു. ഹജറുൽ അസ്വദ് പുറത്തായി. പൊളിച്ചപ്പോ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ്. എപ്പോഴെങ്കിലും പോയിട്ട് കാണണം. മുത്താൻ പറ്റുമെങ്കിൽ ഒന്ന് മുത്തണം. മുത്തിട്ട് പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കല്ലിനെ ചുംബിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅലമു അന്നകി ഹജർ ലാ തൻഫഅ വലാ തദുർ. നീ വെറും ഒരു കല്ലാണ്, അതെനിക്കറിയാം. നീ ഒരു ഉപകാരവും ചെയ്യൂല, ഒരു ഉപദ്രവവും ചെയ്യൂല. ഹജറുൽ അസ്വദിനെ എടുത്തു വന്ന് തിക്കി തിരക്കി അതിന്റെ അടുത്തെത്തി കയ്യിൽ വെച്ചിട്ട പിന്നെ കല്ലിന്റെ മുകളിൽ ഒരച്ച് അത് മടക്കി ഒരു പട്ടിന്റെ തുണിയിൽ പൊതിഞ്ഞ് പുരക്കൽമാരിൽ കൊണ്ടുവച്ചാൽ കോടികൾ ഉണ്ടാവുന്നില്ല. സൂപ്പർ മാർക്കറ്റ് 5 എണ്ണം ഒരുമിച്ച് വരുമൊന്നുമില്ല. 300 ഏക്കർ കാപ്പി ഒരുമിച്ച് കിട്ടുമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സാധനമില്ല. നീ ഒരു ഉപകാരം ചെയ്യൂല, ഒരു ഉപദ്രവം ചെയ്യൂല. لولا أني رأيت رسول الله صلى الله عليه وسلم قبلتك ما قبلتك. എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. സമിഅന വഅതഅന. ആ കല്ല് സ്വർഗ്ഗത്തിൽ നിന്ന് വന്നതാണ്. സഹീഹായ റിവായത്തിൽ വന്നിട്ടുണ്ട്, ആദം സന്തതികളുടെ പാപക്കറ വലിച്ചെടുത്തത് കൊണ്ടാണ് ആ വെളുത്ത കല്ല് കറുപ്പായി പോയത് എന്ന്. പല രാജാക്കന്മാരും അത് തട്ടിക്കൊണ്ടേയിട്ടുണ്ട്. ഇപ്പം അതിന്റെ ചീടുകൾ മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ കല്ലില്ല, പൊട്ടിയ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. അത് യഥാസ്ഥാനത്ത് ആര് വെക്കും? ഖുറൈശികൾക്കിടയിൽ പ്രശ്നം രൂക്ഷമായി. ഓരോ കുടുംബക്കാരും പറഞ്ഞു, നമ്മളാ കേമന്മാർ. ആകെ ചർച്ച. അതിന്റെ വിഷയത്തിൽ യുദ്ധം ചെയ്യാൻ പോലും അവർ തയ്യാർ. എന്തിനാണ് ഈ ഖുറൈശികളും കാഫിറുകളും ഈ കല്ലിനെ ഇത്ര ബഹുമാനിക്കുന്നത്?
അല്ലാഹു കാഫിർ എന്ന് വിളിച്ചു കിട്ടിയ എന്തിനായി ഹജറുൽ അസ്വദിനെ ഇത്രത്തോളം ആദരിക്കുന്നത്? വേറെ മതക്കാരാണെങ്കിൽ അവര് പാരമ്പര്യ മുസ്ലിമീങ്ങളാ, മില്ലത്തെ ഇബ്രാഹിമിന്റെ വക്താക്കളാ, കഅബയെയും ആ കല്ലിനെയും ആദരിക്കുന്നവരാ. പക്ഷെ അല്ലാഹു കാഫിറാക്കിയത് ഔലിയാക്കളോട് ദുആ ചെയ്തത് കൊണ്ട് മാത്രം. ഇന്നും അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഓരും അതേ ഖുറൈശിയും മിയ ഒരു വ്യത്യാസം അവർക്കിടയിലില്ല. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അപ്പൊ ഒരാൾ പറഞ്ഞു, ഈ വലീദ് പറഞ്ഞു, എന്തിനാ ഇപ്പൊ നമ്മൾ അടിയുണ്ടാക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, മസ്ജിദുൽ ഹറാമിലേക്ക്, പള്ളിയിലേക്ക് ഇനി ആരാണ് ആദ്യമായി കടന്നു വരിക എന്ന് നമുക്ക് കാത്തിരിക്കാം. ആര് വന്നാലും നമുക്ക് മൂപ്പരേൽപ്പിക്കാം. എല്ലാവർക്കും സമ്മതം. എല്ലാവരും കാത്ത് കെട്ടിയിരിക്കുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നു. അന്ന് നബിയല്ല, റസൂലായില്ല, ഇനി കുറെ കൊല്ലം കിടക്കുന്നതാണ് ജിബ്രീൽ വരാൻ. അന്ന് അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദാണ്, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാ, മക്കക്കാരുടെ കണ്ണിലുണ്ടിയാൽ, മക്കക്കാരുടെ പടിയിൽ പുഷ്പം പോലെ പരിശുദ്ധമായ ചെറുപ്പക്കാരനാ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതും അവിടെ കൂടിയിരുന്ന ഖുറൈശി ഗോത്രക്കാര് മുഴുവൻ ഒരൊറ്റ സ്വരത്തിൽ ഹാദാ മുഹമ്മദുൽ അമീൻ, ഇതാ വരുന്നു വല്ലമീനായ മുഹമ്മദ്, വേറെ ആരുടെ ഇത്രയും അർഹതയുള്ള ആള്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. മക്കത്തെ പ്രായമുള്ള നേതാക്കന്മാർ പറഞ്ഞു, മുഹമ്മദ് നിനക്ക് പറ്റിയ ജോലിയാണ്, നീ എടുത്തു നോക്കി. പക്ഷെ റസൂലാവാതിരിക്കുന്ന ആളാണ്. അങ്ങനെ നബിയാവാതി നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ടവരെ? ഏതെങ്കിലും ഞാൻ പേര് പറയുന്നില്ല, മനുഷ്യന്മാർ എന്തെങ്കിലും യൂട്യൂബ് കയറിയിട്ട് മൈക്കിന്റെ മുമ്പ് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും അയവുണ്ടാവുന്ന ആരും വിചാരിച്ച്? നമ്മളെ മനസ്സിൽ ആ പ്രവാചകന്റെ വലിപ്പമെന്ന് മാഞ്ഞു പോകുന്ന വിചാരിച്ച്? നമ്മളെ പ്രവാചകന്റെ സുന്നത്തിനെ തലയിൽ വെക്കുന്നതിന് എടുത്തങ്ങി ഇറക്കി വെക്കുന്ന ഈ പൊട്ടന്മാരും മഠയന്മാരും കരുതിയത് ദിവാസുന്നം കാണുന്ന പമ്പര വിട്ടുകൾ മുഹമ്മദ് മുസ്തഫ ജീവിക്കുന്നത് ഉമ്മത്തിന്റെ നെഞ്ചിന്റെ ഉള്ളില്, വാരിയലിന്റെ ഉള്ളകത്ത്. ഈ ദുനിയാവിലെ സർവസ്വം ത്യജിക്കേണ്ടി വന്നാലും, സർവ്വതും തകർന്ന് തരിപ്പണമായാലും മുഹമ്മദ് മുസ്തഫയെ ഒരു പൊതിക്ക് പോലും കളിയാക്കാൻ, പരിഹസിക്കാൻ, അവിശ്വസിക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാവില്ല. തലയറുക്കപ്പെട്ടേക്കാം, നെഞ്ച് കുത്തി പുലർന്നേക്കാം, ഹൃദയമെടുത്ത് വലിച്ചു വാരിയെറിഞ്ഞാലും അപ്പോഴും പടക്കുന്നുണ്ടാകും മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ആളാത് പഠിച്ചിട്ട് പറയണം, ആളെ മനസ്സിലാക്കിയിട്ട് വർത്താനം പറയണം. അല്ലാഹുവിന്റെ റസൂൽ നബിയാവാൻ പോകുന്ന ആളാണ്. എല്ലാവരെയും വിളിച്ചു, മക്കക്കാരെ പ്രശ്നം വേണ്ട, എല്ലാ ഗോത്രക്കാരുടെ നേതാക്കന്മാരും വരും. എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരും നിങ്ങൾ അയക്കും. എല്ലാ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരും വരട്ടെ. 7 ഗോത്രങ്ങളിൽ നിന്ന് 7 പേര് വന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതച്ച വിരിപ്പ് അതൊരുത്താളെ വിരിച്ചു. മുബാറക്കായ കൈ കൊണ്ട് കല്ലെടുത്തതിന് മുകളിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും കൂടി പിടിക്കും. എല്ലാവരും കൂടി തുണി പിടിച്ചിട്ട് പോക്കി. സ്ഥലത്തെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെടുത്തു, ആ സ്ഥലത്ത് വെച്ചു. പ്രശ്നം പരിഹരിക്കപ്പെട്ടു. റിസാലത്തിന്റെ തുടക്കമായിരുന്നു. മക്കക്കാരെ മനസ്സിൽ ഒന്നും കൂടി ഒരു പൊന്തൂവല് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുറച്ചുകൂടി ഇഷ്ടം. അങ്ങനെയായിരുന്നു ആ സ്വഭാവം. അങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന് മുമ്പ് ആളുകളെ മനസ്സിൽ കയറി പറ്റിയത്. നമുക്കെന്താ പറ്റിയത് പ്രിയപ്പെട്ടവരെ? നമുക്കെന്താ പറ്റിയത്? നമ്മളെന്ത് ആളുകളുടെ കണ്ണിന് വെറുക്കപ്പെട്ടവരായത്? എന്റെ നമ്മൾ പറയുന്ന ആൾക്കാർ കേൾക്കാത്തത്? എന്റെ നമ്മളെ കാണുമ്പോ ഓടി ഒളിക്കുന്ന എന്തുകൊണ്ടാണ്? നിങ്ങൾ കടുപ്പക്കാരനായിരുന്നെങ്കിൽ, നിങ്ങളുടെ സ്വഭാവം മോശമായിരുന്നെങ്കിൽ, നിങ്ങളുടെ വർത്തമാനത്തിന്റെ മധുരമില്ലാതിരുന്നെങ്കിൽ, നിങ്ങളുടെ ഇടപെടലും വർത്തമാനവും ശരിയല്ലെങ്കിൽ ഈ നിൽക്കുന്ന ആളുകളെ നിങ്ങളെ വിട്ടിട്ട് ഓടിക്കളഞ്ഞാല്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ ഇങ്ങോട്ട് വരിക ചെയ്ത്. എന്താ നമ്മളെ കാണുമ്പോൾ ആളുകൾ ഓടുന്നു? നമുക്ക് വർത്തമാനം പറയാൻ അറിയില്ല, നമുക്കൊന്ന് മുഖത്ത് നോക്കിയിട്ട് ചിരിക്കാൻ അറിയില്ല, നമുക്ക് നന്നായിട്ടൊന്ന് ഇരുന്ന് വർത്തമാനം പറയാനോ ഇടപെടാനോ അറിയില്ല. നമ്മളെന്തോ വലിയ മഹാസംഭവങ്ങൾ ബാക്കിയുള്ളവർക്ക് ഒന്നും അല്ലാത്തോ നടക്കൂല. അല്ലാഹുവിന്റെ റസൂലിനെ കാണും വലുതാവാനൊന്നും മരിക്കുന്നവരെ സാധിക്കൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിന്റെ അപ്പുറത്ത് എന്ത് മഹാമാരി കിട്ടാറുണ്ട്?
പക്ഷെ അവരിൽ ഒരാളായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏകദേശം പ്രായം ഒരു 18-20 ആകുമ്പോഴേക്കും കച്ചവടം ചെയ്യാൻ തുടങ്ങി. ആദ്യം ചെയ്ത ജോലി ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെ മേക്കലായിരുന്നു. മക്കയിലെ ആട്ടിടയായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, പിൽക്കാലത്ത് നബിയായപ്പോൾ അള്ളാഹു ദുനിയാവിലേക്ക് അയച്ച ഒരു നബിയും ആടുകളെ മേക്കാതിരുന്നിട്ടില്ല. സഹാബാക്കൾ ചോദിച്ചു, അവർക്ക് നബി ആരാ? അവരുടെ കിരീടം ആടിന് മേക്കാന്ന് പറഞ്ഞാൽ ആടുകളെ കൂടി മലഞ്ചെരുവിലേക്ക് പോകണം, മരുഭൂമിയിലേക്ക് പോകണം, അവിടെ മലഞ്ചെരുവിൽ കിടന്നുറങ്ങണം, ആടിനെ തെളിക്കണം, പിടിക്കണം, കറക്കണം, ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം, ഇതെല്ലാം ചെയ്യണം. ഉറക്കൊഴിയേണ്ടി വരും, ചെന്നായ്ക്കൾ ഇവർക്ക് നോക്കേണ്ടി വരും. എല്ലാ നബിമാരും എന്ന് പറയുമ്പോൾ നിങ്ങളും അങ്ങനെയായിരുന്നു. ഞാനും ഒരാട്ടിടയായിരുന്നു. മക്കക്കാരുടെ ആളുകളെ ഞാൻ മേക്കാൻ കൊണ്ടുപോകുമായിരുന്നു. വൈകുന്നേരം തെളിച്ച് കൊണ്ടുവരുമ്പോൾ മക്കക്കാരെന്തെങ്കിലും പൈസ കൊടുക്കും, അത് മൂത്താപ്പിന് കൊണ്ടേ കൊടുക്കും. അങ്ങനെയാണ് ആ കുടുംബം ജീവിച്ചിരുന്നത്. ഒന്നുമില്ല. പക്ഷെ ആടുകളെ മേക്കുന്ന ജോലി അള്ളാഹു കൊടുത്തതിൽ അള്ളാഹുവിന് മറ്റൊരു ഹിക്മത്തുണ്ടായിരുന്നു. അത് തർബിയത്താണ്. കാരണം അമ്പിയാ മുർസലിങ്ങൾക്ക് തർബിയത്ത് ആവശ്യമാണ്. ഒരു വലിയ സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ആളാണ്. ആടുകൾ അങ്ങനെയാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആട് വളർത്തലിന്റെ ബർക്കത്തുള്ള കച്ചവടമായി പറഞ്ഞിട്ടുണ്ട്. ആട് ബർക്കത്താൻ. ആടിനെ വളർത്തുന്ന ആളുകൾ വിനയാന്വിതരായിരിക്കും, കിബറന്മാരാവില്ല. അവർ ജീവിതം സദാസീത കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ക്ഷമയുണ്ടാവും. കാരണം ആട് അങ്ങനത്തെ ഒരു സാധനമാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ 10 കൊല്ലമാണ് ആടിനെ മേപ്പിച്ചത്. അതും എന്തായിട്ടെന്നറിയോ? മഹറായിട്ട്. കല്യാണം ഷുഐബിന്റെ മോളെ കെട്ടണമെങ്കിൽ 10 കൊല്ലം ആടിനെ മേയ്ക്കാനാണ് പറഞ്ഞത്. 10 കൊല്ലം മൂസ അലൈഹി സലാം ആടിനെ മേച്ചു. പ്രവാചകന്മാരെല്ലാവരും അങ്ങനെ ആയിരുന്നു. ആടുകളെ മേയ്ക്കാൻ ഏൽപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അത് ചെയ്തു. പിന്നെ ചെയ്ത ജോലി കച്ചവടം. ഷാമിലേക്ക് മൂത്താപ്പ അബൂ താലിബിന്റെ കൂടെ കച്ചവടത്തിന് പോവാറുണ്ട്. കച്ചവടം കണ്ട കുറേശികൾക്ക് പിന്നെ മതിപ്പായി. സാധാരണക്കാരെ പോലെയല്ല, ചതിയില്ല, കളവില്ല, പറഞ്ഞു പറ്റിക്കലില്ല. 5 റുപ്യന്റെ സാധനം കാണിച്ചിട്ട് 500 റുപ്യ പറയൂല. 500ന്റെ സാധനം 5000-ന് പറയൂല. ഉള്ള പോലെ പറയും. അല്ലാഹു റസൂൽ പറഞ്ഞു, അങ്ങനെ ഒരു സാധനം വെക്കുമ്പോൾ ഉള്ള പോലെ പറഞ്ഞോളാം, പറ്റിച്ച് പൈസ ഉണ്ടാക്കരുത്, ഹറാം. എന്റെ പ്രിയപ്പെട്ട മടക്കേരിക്കാരൻ, അധികം കച്ചവടക്കാരല്ല നിങ്ങൾ, ഒരു പൈസ, ഒരു ഹറാമിന്റെ പൈസ എന്റെയോ എന്റെ ഭാര്യന്റെയോ എന്റെ മക്കളുടെയോ രക്തത്തിൽ കലർന്നാൽ വല്ലാഹി സുമ്മ വല്ലാഹി ആ ശരീരത്തിന്റെ ദീൻ ഭയങ്കര പ്രയാസമായിരിക്കും. ആ ശരീരത്തിന്റെ നിസ്കാരത്തിൽ തലകുമ്പിടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷെ നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്തിന് പങ്കെടുക്കാൻ നല്ല തടിയും കൊടുക്കുന്നുണ്ടാവും. ശരീരത്തെ പോക്കാൻ കഴിയൂല. കാരണം ഉള്ളിൽ ഓടുന്നത് ഹറാമാണ്. ആ ഹറാമായ അള്ളാഹു പരിശുദ്ധനാണ്. പരിശുദ്ധമായതല്ലാണ്ട് അള്ളാഹു സ്വീകരിക്കില്ല. വളരെ ശ്രദ്ധിച്ചോടി കച്ചവടക്കാരെ, ഹറാമു ഒന്ന് പോവാതെ. മദീനയിലെ മാർക്കറ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിപ്പോകും. ഈത്തപ്പഴം വെക്കുന്ന ആൾക്കാരുണ്ടാവും. കൈ ഇങ്ങനെ താഴ്ത്തിക്കിടും. ആ ഈത്തപ്പഴത്തിന്റെ കൂനന്റെ ഉള്ളിൽ നോക്കും, അടിയിൽ നനവുണ്ടോ, മുകളിൽ തന്നെ ഉണങ്ങിയ നല്ല കാണാൻ ഭംഗിയിൽ ഈത്തപ്പഴം ഉണ്ടാവും, ഉള്ളില് മോശം ഉണ്ടാവും. കൈയിട്ട് നോക്കും, ഉള്ളിൽ മോശമുണ്ടോ എന്ന് പറയും. പറ്റിക്കല്ലാട്ടോ, കച്ചവടത്തിൽ പറ്റിക്കാൻ പാടില്ല. വൈലുൽ ലിൽ മുത്തഫിഫീൻ الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون. കച്ചവടക്കാർക്ക് നാശം അല്ലാഹു പറഞ്ഞതാണ്. ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള കച്ചവടക്കാരെ പറ്റിയാണ് ആ പറഞ്ഞത്. എന്താ അവർ ചെയ്യാന്നറിയോ? ജനങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വാങ്ങുമ്പോ കാപ്പി അങ്ങോട്ട് കൊണ്ടേ കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ കശുവണ്ടി അങ്ങോട്ട് കൊണ്ടേ, കുരുമുളക് അങ്ങോട്ട് കൊടുക്കുമ്പോ കച്ചവടക്കാരൻ എന്ത് ചെയ്യും? കറക്റ്റ് തൂക്കം നോക്കിയിട്ട് പൈസ വാങ്ങും. അങ്ങോട്ട് തൂക്കിയിട്ട് കൊടുക്കുമ്പോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ചിട്ട് ഉണ്ടാക്കും. ഇവരെന്തായി കച്ചവടക്കാർ കാണിക്കുന്നത്? അവർക്കൊരു ബോധമില്ലേ അവർ അള്ളാന്റെ കോടതിയിലേക്ക് പോകേണ്ടവരാണെന്ന്? ഒരു കുരുമുളകിന്റെ തരി, ഒറ്റ കുരുമുളക്, അതാണ് നിങ്ങൾ പറ്റിച്ചെടുത്തതെങ്കിലും ലിയൗമിൻ അദീം യൗമ യഖൂമു الناس لرب العالمين.
എന്റെ കോടതിയിൽ വന്ന് നിൽക്കുമ്പം ആ കുരുമുളക് ഹാജരാക്കപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2 ക്വാളിറ്റിയുണ്ട് കച്ചവടത്തിൽ. എന്താ അറിയോ? ഒന്ന് അനാന, സത്യസന്ധത, വിശ്വസ്തത. 2 അൽ ഖുവ, അത് ചെയ്യാനുള്ള കഴിവ്. ഇത് 2 കച്ചവടക്കാർ ആവശ്യമുണ്ട്. ഇത് 2 ഉണ്ടെങ്കിൽ പിന്നെ ആ പണിക്ക് നിൽക്കരുത്. ചതിക്കപ്പെടും. ഒന്നുകിൽ നമ്മൾ ചതിക്കപ്പെടും, അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരെ ചതിക്കും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശുഐബ് നബിന്റെ 2 പൊമ്മക്കളിൽ ഒരു പെണ്ണ് വിളിക്കാൻ വേണ്ടി വന്നു. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. നിങ്ങൾ ഉപ്പ വിളിക്കുന്നുണ്ട്, ഉപ്പ നിങ്ങൾ അയാൾക്ക് കൂലി കൊടുക്കണം. യാ അബതി ഇസ്തഅജിർ ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ. ആ പെണ്ണിന്റെ എന്തിനു പറയാ, ഫറാസ. മൂസ നബിയിൽ നിന്നും ആ പെണ്ണ് ബുദ്ധിമതിയായ പെണ്ണാണ്. മനസ്സിലാക്കി മൂസ നബിക്കുള്ള കഴിവ്. ഒന്ന്, ബാബ അയാൾ പറഞ്ഞ ജോലി ചെയ്യാനുള്ള കഴിവുള്ളതാണ്. 2, വിശ്വസ്തനാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഈ 2 കാര്യം വിശദീകരിച്ചു. കഴിവെന്ന് പറയാൻ കാരണം, ഈ മോള് നോക്കി നിൽക്കുകയാണ്. ബനൂ ഇസ്രായേലിൽപ്പെട്ട 10 ആളുകൾ വന്ന് പിടിച്ചു മാറ്റിയ കല്ല് മൂസ നബി ഒറ്റയ്ക്ക് ഒരു കൈകൊണ്ട് പിടിച്ചു മാറ്റി. ഖുവ്വത്തുണ്ട്. ആ ജോലി ചെയ്യാൻ പ്രാപ്തനാണ്. അതുണ്ടാവണം ചെയ്യുന്ന ജോലി. നല്ല തടിമെടുക്കും, ഉന്മേഷവും ഓടിച്ചാടി നടന്നിട്ട് ചെയ്യുന്ന ജോലിയാണ്. പക്ഷെ നമ്മൾ ഏൽപ്പിച്ചതാറിയ ഒരു വെള്ളത്തിൽ കൊണ്ട കോയിനെയാ, ആ കച്ചവടം പൊട്ടും. ആ കച്ചവടം വിജയിക്കും. അത് വർക്കത്തുണ്ടാവില്ല. കാരണം ഏൽപ്പിച്ച ആൾക്ക് അല്ലാഹു പറഞ്ഞ അർഹതയില്ല. ഇന്റർവ്യൂ എല്ലാം ഇസ്ലാം പണ്ടേ പറഞ്ഞതാണ്. ഞാനിപ്പോ ഇംഗ്ലീഷുകാർ ഉണ്ടാക്കിയതല്ല. ഇന്റർവ്യൂ എന്തിനാ? ജോലിക്ക് ഒരു പറ്റോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കവി. 2ാമത്തെ അൽ അമീൻ. ഇവർക്ക് സഹമൊന്ന് പറഞ്ഞു. അതെന്താ അറിയോ? വിശ്വസ്തത. ഈ മോള് വിളിക്കാൻ വന്നല്ലോ. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഓക്കെ ഞാൻ വരാം, നീ എന്റെ ബാക്കിൽ നടന്നാൽ മതി. ഞാൻ മുമ്പിൽ നടക്കും, നീ എന്റെ ബാക്കിൽ നടന്നാൽ മതി. എനിക്ക് നിന്റെ പോലെ അറിയില്ല, പക്ഷെ എനിക്ക് വഴി തെറ്റുമ്പോ നീ ചെറിയ കല്ല് പുറക്കിയിട്ട് ശരിക്കുള്ള വഴിയിലേക്ക് ആ കല്ലെറിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അങ്ങോട്ടാ പോണ്ട്, ഞാൻ അങ്ങോട്ട് നടന്നോളാം. ആ സൂക്ഷ്മത വേണം കച്ചവടത്തിൽ. ആ സൂക്ഷ്മത, ആ വിശ്വസ്തത. ഒരു പെണ്ണ് വന്നിട്ട് മുസ്ലിമിനോട് പറയുമ്പോ റസൂലൊക്കെ പറയാൻ പറ്റൂല. നമ്മളിലേക്കൊന്ന് മാറ്റിയാൽ, ഒറ്റക്കൊരാണും പെണ്ണും ഒരുമിച്ചാൽ ഫിത്നയാണ്. മൂന്നാമത്തെ പിശാചാണ്. അത് മനസ്സിലാക്കിയ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ബാക്കിൽ നടന്നാൽ മതി, നീ മുമ്പിൽ വരാൻ പാടില്ല. കാരണം സ്വാഭാവികം കാണും, മനുഷ്യന്മാരുടെ 2 ആൾക്കാരും വഴി തെറ്റുമ്പം പറയണ്ട. കാരണം പെണ്ണിന്റെ ശബ്ദത്തിനുമുണ്ട് ഹിജാബ്. പെണ്ണിന്റെ ശബ്ദത്തിനുമുണ്ട് ഹിജാബ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. നീ കല്ലെറിഞ്ഞാൽ മതി, അവിടേക്ക് ഞാൻ നടന്നോളാം. കവിയുമാണ്, അമീനുമാണ്, വിശ്വസ്തനുമാണ്. എനിക്ക് ജോലി ഏൽപ്പിച്ചിട്ട് പോയാൽ വൈകുന്നേരം വരുമ്പോക്ക് പണിക്കാരന്റെ കീശയിൽ 500 ഉണ്ടാവും, മുതലാളിന്റെ വെലുപ്പിൽ 50 ഉണ്ടാവും. ആരെ ഏൽപ്പിച്ചാൽ? അമ്മാനത്തില്ലാത്തവനെ കച്ചവടം ഏൽപ്പിച്ചാൽ അസ്ലാമിലെ പാടില്ല. ഒരുത്തൻ അങ്ങനെ ഇന്റർവ്യൂ ചെയ്യാതെ പണിക്കാരെ ഈ 2 ക്വാളിറ്റിയും നോക്കാതെ കച്ചവടം ഏൽപ്പിച്ചു. എന്നിട്ട് ആ മെഹ്റാബിന്റെ ഉള്ളിൽ വന്നിട്ട് തഹജ്ജുദിന് 3 മണിക്ക് അല്ലാഹുവേ കച്ചവടത്തിൽ ബർക്കത്തുകളെ വിജയിപ്പിച്ചവരുടെ വല്ലാഹി കിട്ടില്ല. കാരണം ഏൽപ്പിച്ചത് അർഹതയില്ലാത്തവരുടെ കൈകളിലാണ്. പരാജയപ്പെടും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ആളായിരുന്നു. ഖവിയാണ്, അമീനാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അടിമ മൈസറ. ഇത് 2ഉം പറഞ്ഞിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ശാമിലേക്ക് കച്ചവടത്തിന് പോയപ്പോ, കച്ചവടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തെറിച്ചു നിൽക്കുന്ന കച്ചവടക്കാരൻ. ഒന്ന് പോയിട്ട് ഇരിക്കലില്ല, ഒന്ന് വിശ്രമിക്കലില്ല, ക്ഷീണിക്കലില്ല, വർത്താനം പറഞ്ഞ് ആളുകൾക്ക് സന്തോഷിപ്പിച്ച് കൈമാറുന്ന കച്ചവടക്കാരൻ. 2ാമത്തേത് കൃത്യമായ വിശ്വസ്തത. ഇത് മൈസർ നേർക്കുനേരെ കണ്ടിട്ട് ഖദീജ അടുത്ത് വന്നിട്ട് പറഞ്ഞു. അപ്പോഴാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം മുട്ടിട്ടത്. സ്വാഭാവികം. കച്ചവടം പ്രിയപ്പെട്ടവരെ നിഅമത്താണ്. മടക്കീരിലുള്ള കച്ചവടക്കാരായ മുഅ്മിനീങ്ങളെ, കച്ചവടം നിഅമത്താണ്. അതൊരു അനുഗ്രഹമാണ്. ദുനിയാവിൽ ഒരാൾക്ക് ലഭിക്കാവുന്നതിലെ ഏറ്റവും അനുഗ്രഹീതമായ സമ്പത്ത് കച്ചവടത്തിലൂടെ ഉണ്ടാവുന്ന സമ്പത്താണ്. അല്ലാഹു പറഞ്ഞു സൂറത്തുൽ മുൽക്കിൽ, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖി. നിങ്ങൾക്ക് അല്ലാഹു ഭൂമിയെ മയപ്പെടുത്തി തന്നിട്ടുണ്ട്. നിങ്ങൾ ഓടിക്കോളി, കച്ചവടം ചെയ്തോളി. റിസ്ഖ് അല്ലാഹു തരും. വകുലൂ മിൻ റിസ്ഖി. കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് പൈസ ഉണ്ടാക്കണം. മാത്രമല്ല അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ജുമുഅ, ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ
മിൻ ഫദ്ലില്ലാ. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ ഇരിക്കണ്ട. നിങ്ങൾ നോക്കി, അല്ലാഹുവിന്റെ കൽപ്പന, നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ ഇരിക്കരുത്, വിട്ടോളണം. ഫന്തശിറൂ ഫിൽ അർദ്, ഭൂമിയിൽ അങ്ങ് ഓടണം. വബ്തഗൂ മിൻ ഫദ്ലില്ലാ, കച്ചവടം ചെയ്യണം. ബഹുമാനപ്പെട്ട അറാഖ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇദാ സല്ലൽ ജുമുഅ, ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ ഇൻസറഫ്, പള്ളിയുടെ പുറത്തിറങ്ങിയിട്ട് നിൽക്കും. فوقف على باب المسجد, പള്ളിയുടെ വാതിലടുത്ത് നിന്നിട്ട് പറയും, اللهم أجبت دعوتك, അല്ലാഹുവേ നീ വിളിച്ചു ഞാൻ വന്നു. ജുമുഅക്ക് വേണ്ടി വിളിച്ചു, പിടി കൂട്ടിയിട്ട് ഞാൻ വന്നു. وصليت فريضتك, നീ നിർബന്ധമാക്കിയ ജുമുഅ നിസ്കാരം ഞാൻ നിസ്കരിച്ചു. وانتشرت كما أمرتني, നിസ്കാരം കഴിഞ്ഞു നീ കൽപ്പിച്ച പോലെ ഞാനിതാ ഇറങ്ങാൻ പോവാൻ, കച്ചവടത്തിന് പോവാൻ. فارزقني من فضلك وأنت خير الرازقين, അതുകൊണ്ട് എനിക്ക് നീ നിന്റെ ഫദ്ൽ, നിന്റെ ഔദാര്യം തരണം, നീയാണ് നൽകുന്നവനിൽ ഏറ്റവും ഉന്നതനായവൻ. ഇറങ്ങണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹു തആലയോട് ഒരാൾ ചോദിച്ചു, ഒരാളെ സംബന്ധിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? അയാള് കച്ചവടത്തിന് പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുക. റജുലുൻ ലാ അഅമലു ശൈഅൻ ഹത്താ യഅതിയനി റിസ്ഖി, തുടർന്ന് പറയും, സൂഫികൾ പറയും പോലെ റിസ്ക് അല്ലാഹു ഏറ്റെടുത്ത കാര്യമല്ലേ, അതുകൊണ്ട് തന്നെ അന്നേരം തിന്നാം. 4 മാസം പോകുന്ന പോലെ, 1 കൊല്ലം പോകുന്ന പോലെ. അപ്പൊ റിസ്കോടാ പരക്കുള്ള ആൾക്കാർ തിന്നണ്ടേ? ഊപ്പർവാല സബ്ദേക്കേക്കാം, കുസ് കർത്താ ഹൈ, അങ്ങനെയൊന്നും അറിവില്ല. ഇമാം മാലിക് അഹ്മദിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയാ, ഞാൻ പള്ളിയിൽ തന്നെ ഇരിക്കുള്ളൂ, റിസ്ക് അല്ലാഹു ഏറ്റെടുത്തല്ലേ, അല്ലാഹു കൊണ്ടു തരട്ടെ. ഇമാം അഹ്മദ് റഹ്മഹുല്ലാഹു പറഞ്ഞു, ഹാദാ റജുലുൻ ജഹിലൽ ഇൽം, ഇവൻ പപ്പര വിട്ടിയാണ്. ആ പറഞ്ഞു വിട്ടിയാണ്. അമാ സമിഅ ഖൗല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേട്ടില്ലേ, വജുഅല റിസ്ഖി തഹ്ത ദില്ലി റുംഹി, എന്റെ റിസ്ക് അല്ലാഹു ഏർപ്പാടാക്കിയിരിക്കുന്നത് എന്റെ കുന്തത്തിന്റെ മുനയുടെ ഭാഗത്താണ്. എന്ന് പറഞ്ഞാൽ ആ കുന്തം കൊണ്ട് നീ യുദ്ധം ചെയ്യണം, അതിൽ നിനക്ക് ഗനീമത്ത് കിട്ടും, അങ്ങനെ നിങ്ങൾ റിസ്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകണം, പണിയെടുക്കണം, അധ്വാനം. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ആശാരി പണിക്കാരനായിരുന്നു. മൂസ അലൈഹിസ്സലാം ആട്ടിടയനായിരുന്നു. നൂഹ് അലൈഹിസ്സലാം ആശാരിയായിരുന്നു. 100 കൊല്ലം കൊണ്ട് ആ കപ്പലിന്റെ പണി പൂർത്തിയാക്കിയത് ഒറ്റക്ക്. നൂഹ് നബി ഒറ്റത്തടിയിൽ 100 കൊല്ലം കൊണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി താരീഖ് പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, അനിസ്നഉൽ ഫുൽക ബിഅയുനിനാ വവഹീനാ, കപ്പലുണ്ടായിക്കോളി, എഞ്ചിനീയറും അല്ലാഹുവാണ്, ഞാൻ തരും, എത്ര വേണം, എങ്ങനെ വേണം, അളവ് എത്ര ഞാൻ പറഞ്ഞുതരും, ഉണ്ടായിക്കോളി. ഒറ്റക്ക് ആ പണി നിർത്തത്, അധ്വാനിക്കുന്ന പൈസ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ, ഒരു മനുഷ്യൻ തിന്നുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഖൈറായത് മിൻ അൻ യഅകുല മിൻ അമലി യദി, അവന്റെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. അതുകൊണ്ട് കച്ചവടക്കാരൻ ഗ്രഹീതനാണ്, വലിയ നിഅമത്ത് കിട്ടിയവനാണ്, നല്ലോണം കച്ചവടം ചെയ്യണം. ബുദ്ധിയും സമയവും ഊർജവും അത് നന്നായി ചെലവഴിക്കണം, കാരണം അത് ബർക്കത്തുള്ള സംഗതിയാണ്. എന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഒരാള് ആരോടെങ്കിലും ചോദിച്ച് ആരെയെങ്കിലും കാത്തിരുന്ന് പ്രതീക്ഷിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഒരു കയറെടുക്കുക, കാട്ടു പോയി വിറക് വെട്ടിയിട്ട് ആ കയറുകൊണ്ട് കെട്ടിയിട്ട് തലമ വെച്ചിട്ട് മാർക്കറ്റിലേക്ക് വരിക, എന്നിട്ട് അത് വിട്ടിട്ട് ആ പൈസ കൊണ്ട് തിന്നുക, അതാണ് ഏറ്റവും ഖൈറായ ഭക്ഷണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേപോലെ കച്ചവടത്തിൽ ഏർപ്പെട്ട ആളാണ്. അതും ദീർഘദൂരം യാത്രകൾ ചെയ്ത് കൂവത്തോടെയും അമാനത്തോടെയും കച്ചവടം ചെയ്ത് ഉമ്മത്തിനും മാതൃകയായി. പ്രത്യേകിച്ച് ആ വളരുന്ന മക്ക എന്ന നാട്ടില് മുഹമ്മദിന്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം പരക്കാൻ തുടങ്ങി. നല്ല കച്ചവടക്കാരനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല വിശ്വസ്തനാണ്. പോകുന്ന കച്ചവട യാത്രയിലെല്ലാം 10 മടങ്ങ് ലാഭവുമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഈ വർത്താനം ഇങ്ങനെ വായിലേക്ക് കയറി ഖദീജ ബിൻത് ഖുവൈലിദിന്റെ വീട്ടിലെത്തി. ഖദീജയാണെങ്കിലോ ലോകം കണ്ട കച്ചവടത്തെ, റോമിന്ന് വരും, ഷാമിന്ന് വരും, സിറിയയിൽ വരും, ആഫ്രിക്കയിൽ വരും, എല്ലാരും വരുന്നത് ഖദീജ ബിൻത് ഖുവൈലിദിന്റെ വീട്ടുമുറ്റത്ത്. അത്ര വലിയ പൈസക്കാരിയും കച്ചവടക്കാരിയുമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വസ്തത അറിഞ്ഞു, വിളിക്കാൻ വേണ്ടി ആളെ ഏർപ്പാടാക്കി. പ്രിയപ്പെട്ടവരെ, കഥ പറയുന്നതല്ല, നമ്മുടെ നേതാവിന്റെ ജീവിതം അറിയാനും അതുപോലെ ആവാനും വേണ്ടി പറയുന്നതാണ്. അല്ലാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂഹു
إنه هو الغفور الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ റളിയല്ലാഹു അൻഹ അന്വേഷിക്കുന്നുണ്ട് എന്ന വിവരം അബൂ താലിബ് കേട്ടു. അബൂ താലിബ് റസൂലുള്ളാഹിന്റെ മൂത്താപ്പ, ഫഖീറാണ്, കൈമിലൊന്നുമില്ല, എന്നാൽ കുറെ മക്കളുണ്ട്, വലിയ അവസ്ഥയിലാണ്. മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ റിസ്ക് അല്ലാഹു നിന്റെ കയ്യിൽ ഇതാ കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. ഖദീജ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. കച്ചവടക്കാരി ഖദീജാന്റെ വീട്ടിന്റെ മുമ്പിൽ ക്യൂവിലാണ് ഒരു കച്ചവടം ചെയ്യാൻ. പക്ഷെ നിന്നെയാണ് ഖദീജ ആഗ്രഹിക്കുന്നത്, മുൻപിൽ കച്ചവടം ചെയ്തോളി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജാന്റെ വീട്ടിലെത്തി. അന്ന് വിവാഹത്തെ പറ്റിയൊന്നും ചിന്തിക്കുന്നേ ഇല്ല. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ കുറിച്ച് ഞാൻ കേട്ടു, നീ വിശ്വസ്തനാണ്, ജോലി അറിയുന്ന ആളാണ്, എന്റെ കച്ചവടം ചെയ്യും, നിനക്ക് മക്കാര് തരുന്നതിനേക്കാളും ലാഭത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരാം. അബൂ താലിബ് പറഞ്ഞു, മോനെ വേണ്ടാന്ന് പറയല്ലേ, എടുത്തോളി, വീട്ടിലെ അവസ്ഥ മോശമാണ്, ഹലാലായ കച്ചവടം. റസൂലുള്ളാഹി തയ്യാറായി. ഷാമിലേക്ക് മൈസറ എന്ന അടിമയുടെ കൂടെ ഖദീജ റളിയല്ലാഹു അൻഹ കച്ചവടത്തിന് അയച്ചു. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മൈസറ എല്ലാം വിട്ടിട്ട് നേരെ വന്നു മുതലാളികളെടുത്ത് യജമാനത്തിനെ കണ്ടായി. ഖദീജ, രണ്ട് കാര്യങ്ങൾ ഞാൻ കണ്ടു. എന്റെ കൂടെ കച്ചവടത്തിന് വന്ന ആള് ചില്ലറക്കാരനല്ല, എന്തോ സത്യമുണ്ട്. ഒന്ന്, വഴിമത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തദല്ല തഹ്ത ഷജറ, ഒരു മരത്തിന്റെ താഴെ വിശ്രമിക്കാനിരുന്നു. അപ്പൊ നമ്മൾ സാധാരണ കാണുന്ന ഒരു പുരോഹിതൻ, ക്രൈസ്തവ പുരോഹിതൻ വന്നിട്ട് ചോദിച്ചു, ആരാണ് ഈ ഇരിക്കുന്ന പയ്യന്റെ കൂടെ കച്ചവടത്തിന് വന്ന ആളാരാണ്? അപ്പോൾ ഞാനാണ്. അപ്പൊ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാനാണ്. ഞാൻ പറഞ്ഞു, മുഹമ്മദാണ്. ഏതാ കുടുംബം? ഖുറൈശി കുടുംബമാണ്, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ്. നീ മുഹമ്മദിന്റെ കണ്ണില് ഒരു ചുവപ്പ് നിറം കാണാറുണ്ടോ? മൈസറ പറഞ്ഞു, ആ, ഞാൻ ആ ചുവപ്പ് നിറം കണ്ടിട്ടുണ്ട്. അപ്പൊ പുരോഹിതൻ പറഞ്ഞു, വല്ലാഹി ഇന്നഹു ലനബിയ്യുൻ, ഇതൊരു നബിയാണ്. തൗറാത്തിലും ഇഞ്ചീലും നമ്മൾ വായിച്ച അടയാളങ്ങൾ ഞാൻ ഈ ചെറുപ്പക്കാരനെ കാണുന്നുണ്ട്. ഇവനെ സംരക്ഷിക്കണം, ജൂതന്മാരെ കണ്ട് കൊന്നുകളയും. കാരണം ബനൂ ഇസ്രായേലിൽ നിന്ന് വരുന്നത് പ്രതീക്ഷിക്കുന്ന ആളാണ്, ഇവനെ സൂക്ഷിക്കണം. ഇത് കൂടി കേട്ടപ്പോൾ മൈസറ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ നോക്കുമ്പോ കാണുന്നത് ഈ ആള് കൂടെയുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു മുമ്പ് എല്ലാം മുകളിലുണ്ട് ഒരു മേഘം. വെയിൽ കൊള്ളാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകനെ സമ്മതിക്കുന്നില്ല. എങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, തന്റെ ഹബീബിന്റെ ദേഹത്തിൽ സൂര്യന്റെ ചൂടേക്കാൻ പോലും സമ്മതിക്കാത്ത അല്ലാഹ് പ്രവാചകന്റെ സുന്നത്തിനെ കൊണ്ട് കളിക്കുന്നവരെ വെറുതെ ഉള്ളൂ. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? തമാശയും കളിയാ? അന്നാമത്തെ റസൂലിന്റെ ഹദീസ് തമാശയും കളിയാ? സൂര്യന്റെ വെയിലേക്കാൻ സമ്മതിച്ചിട്ടില്ല, പിന്നെ അല്ലെ ഹദീസ് കൊണ്ട് കളിക്കുന്നവരോട് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഖദീജയെ വന്നിട്ട് പറയാം, ഈ ഖുറൈശി ചെറുപ്പക്കാരന് വെയിൽ കൊള്ളുന്നില്ല, ഞാൻ ശ്രദ്ധിച്ചതാ, എന്തോ സത്യം കൊണ്ട് ഖദീജയുടെ മനസ്സിൽ രണ്ടുകൊട്ടി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്യാണം കഴിക്കാനുള്ള കൊതിയായി ആളെ പറഞ്ഞു വിട്ടു. 2 കല്യാണം കഴിച്ച് വിധവയായ ഖദീജ റളിയല്ലാഹു അൻഹ, ആ കല്യാണത്തിന് അവർക്ക് വേറെ മക്കളുണ്ട്. അബൂ താലിബിന്റെ അടുത്തെത്തി. അല്ലാഹുവിന്റെ റസൂൽ 25 വയസ്സ്, യുവത്വത്തിന്റെ പ്രസരിപ്പ്. ഖദീജക്ക് ഒരു പക്ഷേ 40 വയസ്സ് പ്രായം. അബൂ താലിബ് പറഞ്ഞു, മോനെ, നല്ല ബന്ധമാണ്. കാരണം എന്താ അറിയോ, മക്കയിലെയും പരിസര ദേശങ്ങളിലെയും കോടീശ്വരന്മാരായ കച്ചവടക്കാര് ഒരു മൂടന് കാത്തു നിൽക്കാണ് ഖദീജന്റെ ഒന്ന് കെട്ടാൻ. 2 കല്യാണം കഴിച്ച ഖദീജയെ 3ാമത് കെട്ടാൻ പൈസക്കാര് കാത്തു നിൽക്കാൻ. ആ സമയത്താണ്, മോനെ, നിന്റെ പേര് ഖദീജന്റെ മനസ്സിൽ വന്നിട്ടുള്ളത്. ഏറ്റെടുത്തോടെ വന്നതല്ല, അത് ഉടമസ്ഥന്റെ തീരുമാനമായിരുന്നു ഖദീജനെ കല്യാണം കഴിക്കാൻ.
എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട പ്രവാചകൻ പെണ്ണുകുതിയനല്ല. പിരാന്തന്മാർ എഴുതുന്ന പോലെ, മന്ദബുദ്ധികൾ പ്രസംഗിക്കുന്ന പോലെ 2 കല്യാണം കഴിച്ച് വിധവയായ അതിൽ മക്കളുള്ള ഖദീജയെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 25-ാമത്തെ വയസ്സിലാണ് ഏറ്റെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കെട്ടിയാലെന്നറിയോ? ആയിഷ എന്ന പൂവിനല്ല, സൗദ റളിയല്ലാഹു അൻഹ. തടിച്ചു നീളം കൂടിയ കറുത്ത സൗന്ദര്യമില്ലാത്ത സ്ത്രീയാണ് സൗദ. സ്ത്രീലമ്പടൻ ഇല്ല. നിങ്ങൾ പറഞ്ഞോളൂ, നമുക്ക് നമ്മുടെ നേതാവിനെ പറ്റി ആ വാക്കൊന്നും പറയാൻ കഴിയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. അബൂ താലിബ് ആളെല്ലാം കൂട്ടി ഖുവൈലിദിന്റെ അടുത്തേക്ക് പോയി. ഖദീജയുടെ പപ്പ, എന്റെ മോൻ കെട്ടാൻ തയ്യാറാണ്, വിവാഹം നിശ്ചയിച്ചു. അബൂ താലിബിന്റെ വക ഖുതുബ. അബൂ താലിബ് പറയാണ്, നബിയായില്ല, നബിക്ക് 25 വയസ്സായിട്ടുള്ളൂ, നബുവത്തും കിട്ടിയിട്ടില്ല, റിസാലത്തും കിട്ടിയിട്ടില്ല, ദഅവത്തും തുടങ്ങിയിട്ടില്ല. അബൂ താലിബിന്റെ ഖുതുബ പ്രഭാഷണം. അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ദുർരിയ്യതി ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ സന്താന പരമ്പരയിൽ നമ്മളെ ഉൾപ്പെടുത്തിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അബൂ താലിബ് മുസ്ലിമാണ്. അബൂ താലിബ് അന്ന് ഖതീബ, പള്ളിയിലെ ഇമാം. പിന്നെന്താ അൽഹംദുലില്ലാ എന്ന് പറയാൻ കാരണം? അവർക്ക് അല്ലാഹുവിനെ വിശ്വാസമുണ്ട്. അവർ അല്ലാഹുവിനെ ഇല്ലാന്ന് പറഞ്ഞാലല്ല. അതുകൊണ്ട് ഈ വാക്ക് പറഞ്ഞത് അല്ലാഹുവിനാണ് സർവസ്തുതിയും, ഇബ്രാഹിമിന്റെ മക്കളുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി. എന്നിട്ടും പിന്നെ എന്തിനാ റസൂലുള്ളാഹി യുദ്ധം ചെയ്തത്? അവർ ഔലിയാക്കളെ വിളിച്ചുകൊണ്ടാണ്, അവര് ജാറത്ത് പോയത് കൊണ്ടാണ്, അവര് ദർഗയിൽ പോയത് കൊണ്ടാണ്, നൂലും മുറുക്കും മേരസും കെട്ടാൻ പോയത് കൊണ്ടാണ്. സൂക്ഷിച്ചോളി. അബൂ താലിബ് പറഞ്ഞു, എന്റെ മോൻ പൈസക്കാരനല്ല, എന്റെ മോന് പൈസയൊന്നുമില്ല, പക്ഷേ എന്റെ മോന്റെ സ്വഭാവം നിങ്ങൾ മക്കാരോട് ആരോടും വേണമെങ്കിലും ചോദിച്ചു നോക്കി. അഭിമാനത്തിൽ അവസാനിക്കുന്നു. ആരോടും വേണം ചോദിച്ചു നോക്കി. എന്റെ മോനെ പറ്റി ആൾക്കാർ പറയും, പൈസ ഇല്ലെങ്കിലും നല്ലൊരു ഭാവി എന്റെ മോനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖദീജ ബീവിന്റെയും കല്യാണം കഴിഞ്ഞു. ഖദീജയ്ക്ക് മക്കളും ഉണ്ടായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയെ സ്നേഹിച്ചു. ലോകത്തുള്ള ഖിയാമത്ത് വരെയുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് ഭർത്താവിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഭാര്യയായി ഖദീജയും മാതൃകയായി. ഖദീജ ബീവി വഫാത്താകുന്നത് വരെ മറ്റൊരു കല്യാണത്തെ പറ്റി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു അലാ ഖദീജ. റസൂലുള്ളാഹിയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ എനിക്ക് ഖദീജയോട് അസൂയ വന്ന പോലെ ഒരാളോട് മാസം ആയിഷ ബീവി കണ്ടിട്ട് പോലുമില്ല. ഖദീജ ബീവിനെ ആയിഷ കണ്ടിട്ടേ ഇല്ല. ഖദീജ ബീവിന്റെ വഫാത്തിന് ശേഷമാണ് ആയിഷ ബീവി ജനിക്കുന്നത് തന്നെ. കണ്ടിട്ടേ ഇല്ല. പക്ഷെ എനിക്ക് ഭയങ്കര അസൂയായിരുന്നു. അതിന്റെ കാരണം എന്താ അറിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും ഖദീജ 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 ഇങ്ങനെ പറഞ്ഞോടി. എന്റെ ഖദീജ എങ്ങനെയായിരുന്നു, എന്റെ ഖദീജ എങ്ങനെയായിരുന്നു, ഇങ്ങനത്തെ സ്വഭാവമായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു. ഒരിക്കൽ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്നഹു ലം യകുൻ ഫി ദുനിയ ഇംറഅതൻ ഇല്ലാ ഖദീജ. ഓ, ദുനിയാവിൽ ഖദീജ അല്ലാതെ വേറൊരു പെണ്ണും ഇല്ലാത്ത പോലെ നിങ്ങളുടെ വർത്താനം. ഒരു ഭാര്യ ഭർത്താവ് തന്നെ. റസൂലുള്ളാഹി പറയുന്നു, ദുനിയാവിൽ വേറൊരു പെണ്ണുമില്ല, ഖദീജ മാത്രമേ ഉള്ളൂ. അങ്ങനെയുണ്ട് വർത്താനം കേട്ടാൽ. ഒരാട്ടിനടുത്താൽ ആദ്യം പറയും, ആ ഖദീജന്റെ ചങ്ങായിച്ചുമാർക്ക് എന്നെ കുറിച്ച് ചർച്ച കൊണ്ടേ കൊടുക്കുക. വഫാത്തിന് ശേഷം ആയിഷ ദേഷ്യം പിടിച്ചു. പല്ലില്ലാത്ത മോണം മാത്രമുള്ള ഒരു ഖുറൈശി കിളവി എന്തിനാ ഇങ്ങനെ ഓർക്കുന്നത്? ഞാനിന്റെ ഇത്ര സൗന്ദര്യമുള്ള ചെറുപ്പക്കാരി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം മാറി. തങ്ങൾ പറഞ്ഞു, യാ ആയിഷ ഇന്നഹാ കാനത് വകാനത്. നിനക്കറിയില്ല എന്റെ ഖദീജ ആരാണെന്ന്. എനിക്ക് ഖദീജ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. അതായത് ഒരു ഭർത്താവിന്റെ സർട്ടിഫിക്കറ്റ് ഭാര്യ. ഇന്നഹാ കാനത് വകാനത് വകാന ലീ മിൻഹാ വലദ്. എന്റെ മക്കളെ മുഴുവൻ പ്രസവിച്ചതും ഖദീജയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ വന്നു. അതാനി ജിബ്രീൽ, യാ റസൂലുള്ളാഹ് ഹാദിഹി ഖദീജ. ഇന്നത്തെ കാലത്തിന്റെ പെണ്ണ് ഖദീജനെ പഠിക്കണം, ഖദീജനെ പഠിക്കണം. മോട്ടിവേഷൻ ക്ലാസ്സിൽ കേട്ടിട്ട് ഏതെങ്കിലും തുരുവെടുത്ത പെണ്ണിന്റെ ബേക്കിലല്ല വായണ്ട്, ഖദീജന്റെ ബേക്കിൽ ഓടണം പെണ്ണ്. ജിബ്രീൽ വരെ റസൂലിനെ അടുത്ത്, യാ റസൂലുള്ളാഹ് ഇന്നഹാ ഖദീജ قد أتت معها إناء فيه إدام أو طعام أو شراب. ഖദീജ വരുന്നുണ്ട് നബിയെ, കൈമൽ നിങ്ങൾക്കുള്ള വെള്ളമോ ഭക്ഷണമോ എന്തോ കറിയോ എന്തോ പാത്രത്തിൽ കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾക്ക് തിന്നാൻ. فإذا هي أتتك, ഖദീജ നിങ്ങളുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ
فقرأ عليها السلام من ربها ومني. ഖദീജയുടെ റബ്ബിന്റെയും എന്റെയും സലാം പറയണം. 7 ആകാശത്തിന്റെ അപ്പുറത്ത് നിന്ന് അർശം അല്ലാഹു സലാം പറഞ്ഞു വെച്ചിരിക്കാൻ ജിബ്രീലിന്റെ കൈമല്. ആർക്ക്? ഹുവൈലിദിന്റെ മകൾ ഖദീജ, മുഹമ്മദ് മുസ്തഫാന്റെ ഭാര്യക്ക്, മക്കത്തൊരു സാദാ സീത പെണ്ണായിരുന്ന ഖദീജ. അപ്പൊ ആരായിരിക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖൽബിൽ ആ ഖദീജ റളിയല്ലാഹു അൻഹാ? ഇത് പറയണം നബിയെ, വബശ്ശിർഹ, ഖദീജക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. ബിബൈതിൻ ഫിൽ ജന്ന മിൻ ഖസബിൻ ലാ ഖസ ലാ സഖബ വലാ നസബ. ഒരു മുത്തുകൊണ്ടുള്ള കൊട്ടാരം ഖദീജക്ക് സ്വർഗ്ഗത്തിൽ അല്ലാഹു പണിത് വെച്ചിട്ടുണ്ട്, ഇനി അങ്ങോട്ട് വന്നാ മതി എന്ന സന്തോഷ വാർത്തയും ഖദീജക്ക് അറിയിച്ചേക്കണേ. ഇതായിരുന്നു ഖദീജ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, ബനൂ ഇസ്രായീലിലെ ഏറ്റവും നല്ല പെണ്ണ് മറിയമാണ്. എന്റെ ഉമ്മത്തിലെ ഏറ്റവും നല്ല പെണ്ണ് എന്റെ ഭാര്യ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ. മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്നതിനിടയിലാണ് ഇറാഖിലേക്ക് താമസം മാറ്റുന്ന റസൂൽ 5000 അടി ഉയരത്തിലുള്ള മലയുടെ മുകളിൽ. ഇന്ന് തന്നെ 2500 അടി ഉയരമുണ്ട് ആ മലക്ക്. അപ്പൊ അന്ന് എത്ര വലുതായിരിക്കും? ഒറ്റയ്ക്ക് പോയിട്ടിരിക്കും. ഖദീജ തന്റെ ഭർത്താവിനുള്ള ഭക്ഷണപ്പൊതിയിൽ പിടിച്ചിട്ട് ഈ മല കയറും. 5000 അടി ഉയരത്തിലുള്ള ഗുഹയിലേക്ക് കയറും. ഇന്നും നമ്മൾ ഈ ചെറുപ്പക്കാർ പോയി കഴിഞ്ഞതിന്റെ മുകളിൽ കയറിയാൽ അടുത്തുള്ളൊക്കെ കിടക്കും. ഖദീജയുടെ മുകളിൽ കയറും. പക്ഷെ അവരുടെ മക്കൾ പറഞ്ഞു, എന്തെങ്കിലും ഒരു ആക്ഷേപം, ഒരു കുറ്റപ്പെടുത്തൽ, എന്റെ മക്കളെ ഒറ്റക്കാക്കി എന്തിനാണോ പോയിരിക്കുന്നത്, ഒറ്റയ്ക്ക് വന്നൂടെ, താഴെ വന്നൂടെ. ഭക്ഷണത്തിന്റെ സമയമാകുന്ന റസൂൽ ഖദീജക്ക് അറിയാം. അത് കൊണ്ടുകൊടുത്ത ഭക്ഷണം തിന്ന് തീരാനുള്ള സമയമായാൽ അതറിയാം. അപ്പൊ അടുത്ത ഭക്ഷണമായിട്ട് കയറുമ്പോഴേക്ക് അവിടുന്ന് വഹി കിട്ടിയത്, അവിടുന്ന് പേടിച്ച് വറച്ചത്. എന്നിട്ടും ആ നബി ഓടി വന്നത് ഈ ഖദീജന്റെ അടുത്തേക്ക്. ഖദീജ ഉറപ്പിച്ചേരും, പേടിയാവുന്നു, പനി വരുന്നുണ്ട്, വറക്കുന്നുണ്ട്. അതായിരിക്കണം പെണ്ണ്. ഭർത്താവിന്റെ മനസ്സിൽ ആ പെണ്ണിന് ഒരു മഖാം, ആ പെണ്ണുണ്ടാക്കണം. ഖദീജനെ പോലെ സ്വഭാവമുണ്ട്. അതായത് റസൂലുള്ളാഹി തങ്ങളുടെ ആദ്യത്തെ ഭാര്യ. സുന്ദരമായ ജീവിതം മുന്നോട്ട് പോയി. പിന്നെ പല സംഭവങ്ങളും ഉണ്ടാകുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബകളിൽ നമുക്കത് പറയാം. വെറുതെ അല്ല ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും പകർത്താൻ, നല്ലവരാവാൻ. മരണം എപ്പോഴാ വരാന്നറിയില്ല. നമ്മുടെ പള്ളിയിൽ ഖുതുബക്ക് വന്നോണ്ടിരുന്ന, നമസ്കരിക്കാൻ വന്നോണ്ടിരുന്ന സഹോദരൻ പോയി. കഴിഞ്ഞ ആഴ്ച അവിടെ കണ്ട ആൾ ഈ ആഴ്ച ഖബറിലാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എപ്പോഴാണ് ഈ ബോധം വരിക? ആരാ നിങ്ങളെ ചതിക്കുന്നത്? ആരാ നിങ്ങളെ വഞ്ചിക്കുന്നത്? ഇന്നലെ കണ്ടാണ് നിങ്ങൾ ഇന്ന് കാണുന്നില്ല. കഴിഞ്ഞ ആഴ്ച കണ്ട് സലാം പറഞ്ഞു പുഞ്ചിരിച്ച് മടങ്ങിയ ആള് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ അവിടെ കയറി വരുന്ന കണ്ട ആളാണ് ഞാൻ. ഈ ആഴ്ച കാണുന്നില്ല. മണ്ണിന്റെ അടിയിലാണ്. അമൽ ചെയ്യാനുള്ള ചാൻസുകൾ പോയി. പക്ഷെ ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ്. നമ്മുടെ അറിവിൽ ഉള്ളവക്കറിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. നമുക്ക് നമ്മളുടെ സഹോദരനെ പറ്റി അള്ളാഹിനോട് പറയാനുള്ളത്, അള്ളാഹുവേ ബാഹ്യമായി നമ്മൾ കണ്ടതിൽ നല്ല മനുഷ്യനായിരുന്നു. ഈ പുറത്തു കൊടുക്കണേ അള്ളാഹ്. അദ്ദേഹത്തിന്റെ അമലുകൾ നീ കബൂലാക്കണേ അള്ളാഹ്. ഖബർ നീ സ്വർഗ്ഗമാക്കി കൊടുക്കണേ അള്ളാഹ്. ഹേ അള്ളാഹ്, നമ്മുടെ മരണവും എപ്പോഴാ വരികയെന്നറിയില്ല. ഏത് സമയത്തും മൽക്കുൽ വരാം, ഏത് സമയത്തും പോവാം. ദുനിയാവുന്ന യാത്രയാവുന്ന സമയം അല്ലാഹുവേ, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈമാനിൽ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവസ്ഥയിൽ നമ്മളെ മൗത്ത് നീ ആക്കണേ അല്ലാഹുവേ. പ്രയാസങ്ങളില്ലാതെ, ആദർശത്തിൽ കതർപ്പുകളില്ലാതെ, നിന്റെ അടുത്ത് വന്ന് നിന്റെ മുമ്പിൽ അർപ്പിക്കാനുള്ള അമലുകളിൽ കുറവുകളും തെറ്റുകളും ഇല്ലാതെ നല്ല രീതിയിൽ ജീവിപ്പിച്ച് നല്ല രീതിയിൽ ഭരിപ്പിക്കണേ അല്ലാഹ്. മുസ്ലിം ഉമ്മത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കള്, കൂടപ്പുറപ്പുകള്, ചങ്ങാതിമാര്, നാട്ടുകാര്, തൗഹീദുള്ളവർ അല്ലാഹുവേ നീ പുറത്തു കൊടുത്ത് ഖബറുടം സ്വർഗ്ഗമാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെയും നമ്മയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹുവേ. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക്, ഭാര്യക്ക്, മക്കൾക്ക് അല്ലാഹു സബർ നസീബാക്കട്ടെ. അല്ലാഹു നല്ല പകരം കൊടുത്ത് അവരെ അനുഗ്രഹിക്കട്ടെ. അവരുടെ വിഷമത്തിലും ക്ഷമയിലും അല്ലാഹു നല്ല പ്രതിഫലം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.